സാധനങ്ങൾ വലിയുള്ളി, ഗാർലിക്ക്, ജിഞ്ചർ, പിന്നെ ടൊമാറ്റോ വേണം, ഗ്രീൻ ചില്ലി വേണം, പിന്നെ കുറച്ച് പുളിയുണ്ട്. അത് കുളമ്പുളിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വാളംപുളിയാണ് നാട്ടിൽ യൂസ് ചെയ്യുക സാധാരണ. പിന്നെ ഉപ്പാണിത്. മസാലകളാണ് ഇനിയുള്ളത്. ഇതിൽ വേണ്ടത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. അടുത്തായിട്ട് നമ്മൾ മത്തി മുളകിടാൻ പോവുകയാണ്. ഇത് മലബാർ സ്റ്റൈലൊരു മത്തി മുളകിട്ടതാണ്. ഓക്കെ, എങ്ങനെയാണെന്ന് നോക്കാം. എന്നിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. കുറച്ച് അധികം ഇരുന്നോട്ടെ. അത് മുളകിടുമ്പോൾ വെളിച്ചെണ്ണ വേണം. അതിലേക്ക് നമ്മൾ കുറച്ച് ഉലുവ ആഡ് ചെയ്യണം. ഉലുവ വേണം ഫിഷ് കറിയിൽ, അല്ലെങ്കിൽ ഫിഷ് കറി ആവുമെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അതിലേക്ക് നമ്മൾ ജിഞ്ചർ, ഗാർലിക്ക് ആഡ് ചെയ്തു. ഉള്ളി ആഡ് ചെയ്യണം. ഇതിൽ നീളത്തിൽ തന്നെ അരിഞ്ഞത്. ചെറിയ ഉള്ളിയാണ് ചേർക്കുക. ചെറിയ ഉള്ളി ഇപ്പോൾ അവൈലബിൾ അല്ല, വലിയ ഉള്ളിയാണ് ചേർക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് കളർ മാറി വരട്ടെ. കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യാം. നമുക്ക് ആഡ് ചെയ്യാം മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി ഒരു ഫുൾ സ്പൂൺ തന്നെ ഇട്ടുണ്ട്, 1.5 ടീസ്പൂൺ ഉണ്ടായിരിക്കും. പിന്നെ മല്ലിപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. ഓക്കെ, ആഡ് ചെയ്യാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ടൊമാറ്റോ ഇതിലേക്ക് ആഡ് ചെയ്യാം. ടൊമാറ്റോ വഴന്ന് വരേണ്ട കാര്യമൊന്നുമില്ല. ഇനി നമ്മളിതിലേക്ക് പുളിവെള്ളം ചേർക്കാൻ പോവുകയാണ്. നമ്മുടെ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചത് ചേർക്കാൻ പോവുകയാണ്. പുളിയാണത്, അത് ചേർക്കുകയാണ്. ഉപ്പ് വേണോ നോക്കിയപ്പോൾ കുറച്ചധികം ഉപ്പ് വേണം. അപ്പോൾ അതിപ്പോൾ ഞാൻ ആഡ് ചെയ്യണം. ടേസ്റ്റ് നോക്കിയപ്പോൾ ഉപ്പ് കുറവായി തോന്നി. ഇനി നമ്മൾ ഇത് ഫൈനൽ നമ്മൾ ഫിഷ് ചേർക്കണ സമയമാണ്. ഇതിവിടെ കിടന്നിട്ട് ഒന്ന് വെന്ത് വരട്ടെ. ഇത് നന്നായിട്ടൊന്ന് മസാല ഇതിലൊക്കെ പിടിച്ച് വരട്ടെ.